ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക ഫലം പുറപ്പെടുവിക്കുന്ന രാവുക എന്നതിനെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 24 മുതലുള്ള വചനങ്ങൾ. കളകളുടെ ഉപമ. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്ത് വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ. ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ശത്രു വിതയ്ക്കുന്ന കളകൾക്കിടയിലും പ്രതികൂല സാഹചര്യങ്ങളിലും ഫലം ചൂടി നിൽക്കുവാനുള്ള നമ്മുടെ കടമയെക്കുറിച്ച് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങൾ നിൻ്റെ വിശ്വാസത്തെ, നിൻ്റെ വിശുദ്ധ ജീവിതത്തെ തകർത്ത് കളയാൻ കടന്നു വരുമ്പോഴും പിടിച്ചു നിന്നുകൊണ്ട് വിശുദ്ധിയുടെ ഫലം പുറപ്പെടുവിക്കാൻ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനഭാഗമാണിത്. ശത്രു വിതയ്ക്കുന്ന കളകളെ തിരിച്ചറിയുവാൻ നീ ജാഗ്രതയോടെ ഉണർന്നിരിക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മുഴുവനായി ഫലം പുറപ്പെടുവിക്കണം. 30 മേനിയല്ല, 50 മേനിയല്ല, 60 മേനിയല്ല, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ നിൽക്കുന്ന മണ്ണ് ചോർന്നു പോകുമെന്ന് തോന്നുമ്പോഴും തമ്പുരാനിൽ ആശ്രയിച്ച് പിടിച്ചു നിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നവരാ യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട് മുന്തിരിച്ചെടികളും ശാഖകളും എന്ന വചനഭാഗം. ഈശോ തന്നെ മുന്തിരിച്ചെടിയോടും നമ്മൾ ഓരോരുത്തരും ശാഖകളാണെന്നും അവിടുന്ന് പറയുമ്പോൾ വചനം പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. യോഹന്നാൻ 15:2 വചനം പറയുന്നു, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നുവെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി എന്നെ വെട്ടിയൊരുക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് പിടിച്ചു നിൽക്കുമ്പോഴാണ് ജീവിതത്തിൽ ഫലം കൂടുതൽ പൂർണ്ണമായിട്ട് പുറപ്പെടുവിക്കാൻ എനിക്ക് സാധിക്കുക എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഫലത്തിന് സമ്മാനമായി ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നുണ്ട്, ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുമെന്ന്. ഇന്ന് എൻ്റെ വിശുദ്ധ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, എൻ്റെ ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ, കൊച്ചു കൊച്ചു പ്രതികൂല സാഹചര്യങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഞാൻ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളുമൊക്കെ സ്വർഗത്തിൽ അവിടുത്തെ ധാന്യപ്പുരയിൽ അവിടുന്ന് ശേഖരിച്ചു വയ്ക്കുമെന്ന്. അതാണ് നിൻ്റെ ജീവിതത്തിൽ അവിടുന്ന് തരാൻ പോകുന്ന പ്രതിഫലമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നീ എവിടെയൊക്കെ വീണു പോകുന്നോ, പരാജയപ്പെട്ടു പോകുന്നോ, കളകളായ നിൻ്റെ ജീവിതം മുരടിച്ചു പോകുന്നോ, അവിടെ അത് പതിരാക്കി തീയിൽ ചുട്ടുകളയുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുമെന്നും ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ കുറവുകളെ അല്ലെങ്കിൽ പോരായ്മകളെ, സഹനങ്ങളെ, പ്രതിസന്ധികളെ മാറ്റി നിർത്തിയിട്ട് വിശുദ്ധിയാകുവാൻ, ഫലം പുറപ്പെടുവിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. എൻ്റെ കൂടെ നന്മയും തിന്മയുമൊക്കെ ഉള്ള വ്യക്തികളുടെ ഒപ്പമാണ് ഞാൻ കടന്നു പോവുക. ഇതിന് ഇടയിൽ നിന്നുകൊണ്ട് വേണം ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുവാൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. പ്രവാചകൻ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ ദർശനം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ ദർശനം ലഭിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ദൈവമേ, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദർശനം നമുക്ക് ലഭിക്കുന്ന സാഹചര്യത്തിലും നമ്മൾ വസിക്കുന്ന ആ കാലഘട്ടം വരെ വസിക്കുന്ന സമൂഹം, വസിക്കുന്ന ഈ ലോകമെന്ന് പറയുക തിന്മകൾ ഒപ്പം നിൽക്കുന്ന ഒരു ലോകമാണ്. പക്ഷേ ഈ തിന്മകൾ ഒരിക്കലും ദൈവദർശനത്തിന് നിനക്ക് തടസ്സമായി നിൽക്കില്ല എന്ന് പ്രവാചകൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരവസ്ഥയിലും നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുവാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ നാം സന്നദ്ധനാകണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം ഇങ്ങനെയാണ്,
ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന്. അതെ, സ്വന്തം ജനമായി നിന്ന് ദൈവരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ, ദൈവരാജ്യത്തെ സ്ഥാനം പിടിക്കുവാൻ വേണ്ടി അവിടുന്ന് നമ്മെ വ്യക്തിപരമായി തിരഞ്ഞെടുത്തതാണ്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഛേദോകരമായ അവകാശം നിനക്ക് തരേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ സ്വന്തമായി പരിഗണിച്ചിരിക്കുന്നുവെന്ന്. അത് ദൈവരാജ്യത്തിൻ്റെ അംഗമായി മാറുവാൻ ക്രിസ്ത്യാനികളായ ജീവിക്കുന്ന എനിക്ക് ഏറ്റവും ഛേദോകരമായ അവകാശം, ഫലം പുറപ്പെടുവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന സമ്മാനമാണ് സ്വർഗരാജ്യത്തിൻ്റെ സമ്മാനം. അത് തരുവാൻ വേണ്ടി അവിടുന്ന് കാത്തിരിക്കുകയാണ്. അതിന് ഞാൻ ചെയ്യേണ്ട കാര്യം ഈ പ്രതികൂല സാഹചര്യങ്ങളിലും പിടിച്ചു നിന്ന് മുന്നേറുക എന്നുള്ളതാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇന്ന് മീഡിയയുടെ അതിപ്രസരണങ്ങൾ, സാഹചര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധികൾ ജീവിക്കുവാൻ വളരെ വളരെ പ്രയാസമാണ്. അത് നാം തിരിച്ചറിഞ്ഞിട്ട് തമ്പുരാനോട് ചേർന്നിരിക്കുമ്പോഴാണ് ഈ കളകളെ മാറ്റി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുക എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒറ്റയൊരു കാര്യം നീ മനസ്സിൽ ചിന്തിച്ചാൽ മതിയല്ലോ, ഏതൊക്കെ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ്. എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്തുകൂടാ എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ഒരു ദൈവിക കൃപ തമ്പുരാൻ എനിക്ക് തരുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തമാകാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാ ഓരോ ക്രിസ്ത്യാനികളും. നീ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതല്ലാത്തതായി ജീവിക്കുവാൻ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു യുവാവ് പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു. ബാംഗ്ലൂർ പഠിക്കുന്ന യുവാവാണ്. അവിടെ എല്ലാവരും രാത്രി സിനിമയ്ക്ക് പോകും. ഇവന് ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന കുട്ടിയായതുകൊണ്ട് സിനിമയ്ക്ക് പോകുവാൻ ആഗ്രഹവുമുണ്ട്. എന്നാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോവുകയാണ്. എന്നിട്ട് അവൻ പങ്കുവെച്ചതാ, ഞാൻ പുണ്യാളനാണ് എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുകയാണ്. ഞാൻ ഈ പള്ളിയിൽ പോക്ക് നിർത്തട്ടെ, അവരുടെ ഒപ്പം സിനിമയ്ക്കുമൊക്കെ പോയി ഞാൻ കുറച്ച് അടിച്ചു പൊളിക്കട്ടെ സിസ്റ്ററെ, അത് ഈശോയ്ക്ക് ഇഷ്ടമാകുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളൊക്കെ കടന്നു വരും. ഈ അവസരത്തിലും പിടിച്ചു നിൽക്കുമ്പോഴാണ് നീ യേശുവിന് സാക്ഷ്യം വഹിക്കുക. മത്തായിയുടെ സുവിശേഷം 10:32 വചനം പറയുന്നുണ്ട്: മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗപിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയുമെന്ന്. ഇന്ന് നീ രാത്രിയിൽ ഇവിടെ ഇരുന്ന് ഈ ത്യാഗം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവരുടെ മുമ്പിൽ യേശുവിന് വേണ്ടിയാണ് നീ ഈ ത്യാഗം ഏറ്റെടുക്കുന്നത്, അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നതെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ഒരു സമ്മാനമുണ്ട്. സ്വർഗത്തിലെ ദൈവം നിന്നെ ഓർക്കും. ഈശോ പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവപിതാവിൻ്റെ മുൻപിലാണ് ഞാൻ ഓർക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഓരോ കൊച്ചു പ്രതികൂല സാഹചര്യങ്ങളെയും ഞാൻ ധൈര്യമായി മുന്നേറിക്കൊണ്ട് തമ്പുരാൻ്റെ ഒപ്പം ഫലം പുറപ്പെടുവിക്കാൻ ഞാൻ പരിശ്രമിച്ചു തുടങ്ങുമ്പോൾ ദൈവം എന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, സ്വർഗം എന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ അമൂല്യമായ നിക്ഷേപങ്ങളും അഭിഷേകങ്ങളും ആ സമയം തമ്പുരാൻ എൻ്റെ ജീവിതത്തിലേക്ക് വച്ചു നീട്ടുകയാണ്. വീണ്ടും എൻ്റെ ജീവിതത്തിൽ കളകളായി കടന്നു വരുന്നത് ദേഷ്യമാകാം, വെറുപ്പാവാം, അസൂയയാവാം, അഹങ്കാരമാവാം, അല്ലെങ്കിൽ സ്വാർത്ഥമോഹങ്ങളാകാം, പണമോഹമാകാം. എന്നാൽ ഞാൻ ചൂടേണ്ട ചില ഫലങ്ങളുണ്ട്. ഇതിനെയൊക്കെ അതിജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ ഫലം, വിശുദ്ധിയുടെ ഫലം, സ്നേഹത്തിൻ്റെ ഫലം, കാരുണ്യത്തിൻ്റെ കതിരുകൾ ചൂടാൻ എൻ്റെ ജീവിതത്തെ ഞാൻ വെച്ചു കൊടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക. ഈശോയ്ക്ക് പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളോട്, സ്വന്തം മക്കളോട് അവിടത്തേക്ക് വലിയ കരുതല. ആരൊക്കെ തമ്പുരാനോട് ചേർന്നിരിക്കുന്നോ അവർക്ക് അവിടുന്ന് തൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുകയാണ്. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മത്തായി 7:7 വചനം പറയുന്നതാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ വലിയ ശക്തി കൊണ്ട് നീ നിരന്തരം അവിടുത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുക, ഫലം പുറപ്പെടുവിക്കുവാൻ തമ്പുരാനെ എന്നെ അനുഗ്രഹിക്കണേ എന്ന്. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം, അവിടുന്ന് അവനും അവൻ്റെ ഭവനത്തിനും ചുറ്റും വേലി കെട്ടി അവന് സുരക്ഷിതത്വം നൽകി അവനെ സംരക്ഷിച്ചു പോരുന്നുവെന്ന്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിന് ചുറ്റും, എൻ്റെ ആത്മീയ ജീവിതത്തിന് ചുറ്റും അവിടുന്ന് സംരക്ഷണത്തിൻ്റെ കോട്ട കെട്ടുമെന്നുള്ള നിശ്ചയമാണ്. നീ ഒന്ന് പരിശ്രമിച്ചു തുടങ്ങുമ്പോൾ, ഈ കളകളെ അതിജീവിച്ച് നീ ജീവിച്ചു തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തെ തമ്പുരാൻ അനുഗ്രഹിക്കുമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. കളയും വിളയുമൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്.
കൃഷിക്കാരന് ഈശോ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് അവിടുന്ന് പറയുക, രണ്ടും ഒന്നിച്ച് വളർന്നു കൊള്ളട്ടെ എന്ന്. തിന്മയെ ഇല്ലാതാക്കിക്കൊണ്ടൊരു നന്മ മാത്രമേ ലോകത്തിൽ ജീവിക്കാൻ അല്ല നമുക്ക് സാധിക്കുക. രണ്ടും ഒന്നിച്ചുള്ള ലോകത്തിൽ ജീവിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ മാറ്റ് ഉരച്ചു കാണിക്കാൻ പറ്റുക. നിൻ്റെ വിശുദ്ധിക്ക് മാറ്റു കൂടുന്നതും അവിടെയാണെന്ന് വിശുദ്ധ വചനം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വചനം, ഒന്നാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം പറയുക, നമ്മുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അറിയാതെ നോക്കി നടക്കുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ നീ ധരിക്കേണ്ട ഒരു സംരക്ഷണ കവചമെന്ന് പറയുക, ക്രിസ്തുവാകുന്ന യേശുവിൻ്റെ വചനത്തിൻ്റെ സംരക്ഷണ കവാടം നിൻ്റെ കൂടെ ഉണ്ടാവണം. ക്രിസ്തുവിനെ നിൻ്റെ കൂടെ ചേർത്ത് പിടിക്കണം. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ ഗലാത്തി 2:20, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന്. അപ്പോൾ നിനക്ക് പറയാനായിട്ട് പറ്റും, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന്. പിതാവെ, എല്ലാം തന്നിരിക്കുന്നുവെന്ന്. എൻ്റെ ജീവിതം ഈ നിമിഷം തമ്പുരാൻ വിളിക്കുമ്പോൾ ഈ വിശുദ്ധിയുടെ പടവിൽ നിന്നുകൊണ്ട് പ്രതികൂലങ്ങളെ അതിജീവിച്ച് ദൈവഹിതത്തിന് കീഴടങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ, എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന്. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ എല്ലാം പൂർത്തിയായിരിക്കുന്നു പറഞ്ഞ് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ അല്പം കൂടി പരിശ്രമിക്കാൻ ഈശോ നമ്മളോട് പറയുക, കുറച്ചുകൂടി നീ പരിശ്രമിക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന്. കുരിശിലെ വാചകം നമുക്ക് വേണ്ടി തമ്പുരാൻ രക്ഷയുടെ കതിരണിഞ്ഞ ഒരു കുരിശാണ് നാം കാണുക. അവൻ അവിടെ ഫലം ചൂടി നിൽക്കുകയാ. എനിക്ക് വേണ്ടി ഫലം ചൂടി നിൽക്കുന്ന ഗോതമ്പ് ചെടിയായിട്ടാണ് കുരിശിലെ ഈശോയെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഫലം ചൂടി നിൽക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം ഞാൻ പതറിപ്പോകേണ്ട കാര്യമില്ല. ആ കുരിശിലേക്ക് തന്നെ നോക്കി ഈ കളകളെ ചവിട്ടി മെതിച്ച് എൻ്റെ ജീവിതത്തെ കതിരണിയുന്ന സ്നേഹത്തിൻ്റെ സുഹൃതത്തിൻ്റെ കതിരുകൾ ചൂടിക്കാൻ എനിക്ക് പറ്റുമെന്ന് കുരിശിലെ ഈശോ നമുക്ക് ഉറപ്പ് തരികയാണ്. സ്വർഗം തുറക്കപ്പെടുന്ന കാണാൻ പറ്റിയ ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 7-ാമത്തെ അധ്യായത്തിൽ എസ്തപ്പാനോസിൻ്റെ ജീവിതമാണ് നാം കാണുക. യേശുവിനെ ഹോരഹോരം പ്രഘോഷിച്ച് യേശുവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ, അവൻ യേശുവിനെ പ്രഘോഷിച്ചപ്പോൾ, അപ്പസ്തോല പ്രവർത്തനം 7-ാമത്തെ അധ്യായം 54 മുതലുള്ള വചനങ്ങളിൽ, അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മന നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും അവൻ കണ്ടു. അപ്പസ്തോല പ്രവർത്തനം 7:56 അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നുവെന്ന്. ഈ ഫലം ചൂടുന്ന അവസ്ഥയിൽ പ്രതികൂലങ്ങളെ അതിജീവിച്ച് നീ ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോൾ സ്വർഗം കാണുവാൻ, ദൈവത്തെ തന്നെ കാണുവാൻ, സ്വർഗം തന്നെ നിനക്ക് കൂട്ടുണ്ടെന്ന് ഇവിടെ വിശുദ്ധ എസ്തപ്പാനോസിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഗോതമ്പ് ചെടികൾക്കിടയിലെ കള എന്ന് പറയുന്നത് മറ്റൊരു വലിയ സത്യം കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അസൂയയാണ് ഈ ഗോതമ്പ് ചെടികൾക്കിടയിലെ കള എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഈ അസൂയയെക്കുറിച്ച് ഫ്രാൻസിസ് പിതാവ് പറയുന്നത് ഇങ്ങനെയാ, എത്ര വൃത്തികെട്ടതാണ് അസൂയ. അതൊരു മനോനിലയാണ്. വൃത്തികെട്ട പാപം, വൈരൂപ്യം നിറഞ്ഞ കുറ്റകൃത്യമാണ്. അസൂയ ഹൃദയത്തിൽ ഗോതമ്പിനിടയിലെ കള പോലെ വളർന്നു വരുന്നുവെന്ന് അദ്ദേഹം പറയുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ അസൂയ ഉണ്ട് എങ്കിൽ ഞാൻ ഒരിക്കലും ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയല്ല. ഈ അസൂയ എന്നിൽ വളർന്നു കഴിയുമ്പോൾ അത് കള വളർത്താൻ അനുവദിക്കുകയാണ്, കതിരണിയാൻ ഒരിക്കലും ഇടവരുത്തുകയില്ല. അസൂയ അതിനെ ഞെരുക്കിക്കളയും, ഞെക്കിക്കൊല്ലുന്നു എന്ന് പറയാം. അത് സ്പർദ്ധയായി അത് വീഴുന്നിടത്തെല്ലാം നാശം വിതയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. സാധാരണ നാം ചെയ്യുന്ന പാപങ്ങളെക്കാളൊക്കെ വലിയ വലിയ വൈരൂപ്യം നിറഞ്ഞ, വൈകൃതം നിറഞ്ഞ ഒരു പാപമാണ് അസൂയ എന്നത്. കാരണം ഒരാളെ പിന്നിൽ നിന്ന് കുത്തി കൊലപ്പെടുന്ന തുല്യമാണ് ഈ അസൂയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അല്പം വിഷം കൊടുത്ത് ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണ്. സാവകാശം ഇല്ലാതാകുന്നത് പോലെ, ഗോതമ്പിനിടയിൽ കള വളരുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ അസൂയ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ജീവിതം
താന്ന് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് പൊങ്ങി വരുവാനായിട്ട് സാധിക്കുകയില്ല. എൻ്റെ ജീവിതം വാനോളം ഉയരുകയും എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയെ എത്രമാത്രം താഴ്ത്താമോ അത്രമാത്രം താഴ്ത്താനുമാണ് ഞാൻ ശ്രമിക്കുന്നത് എങ്കിൽ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒപ്പം മറ്റുള്ളവരും വളരട്ടെ. യോഹന്നാൻ പറയുന്നുണ്ട് സുവിശേഷത്തിൽ, ഞാൻ വളരുകയും ഞാൻ കുറയുകയും അവൻ വളരുകയും വേണമെന്ന്. ഈ ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ എനിക്കൊരിക്കലും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. ഈശോ വചനം പ്രഘോഷിച്ച് മഹത്വപ്പെടുമ്പോൾ ഈശോ യോഹന്നാനെ മഹത്വപ്പെടുത്തുന്നത് നാം കാണുന്നുണ്ട്. സ്നാപക യോഹന്നാനെ മഹത്വപ്പെടുത്തുന്നത് നാം കാണുകയാണ്. സ്നാപക യോഹന്നാന്റെ മനോഭാവമായിരുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന്. എവിടെ മറ്റുള്ളവരെ വളർത്തിക്കൊണ്ട് ഞാൻ താഴാൻ ശ്രമിക്കുന്നോ അവരെ ദൈവം ഉയർത്തും. നാം സ്വയം ഉയരാൻ ശ്രമിക്കുമ്പോൾ, സ്വയം ആദരത്തിന് വേണ്ടി നാം പരിശ്രമിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം താന്നു പോയിക്കൊണ്ടിരിക്കും. നീ സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നിൻ്റെ ഹൃദയത്തിൽ അസൂയ നിലനിൽക്കുന്നത്. മറിച്ച് നീ ദൈവത്തിലേക്ക് ആശ്രയിച്ച് കഴിയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് കിട്ടുന്നത്, എല്ലാം ലഭിക്കുന്നത് നീ മനസ്സുകൊണ്ട് അംഗീകരിച്ചു തുടങ്ങുമ്പോൾ അസൂയ മാറുകയാണ്. അവിടെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, മറ്റു വ്യക്തിയെ ഉയർത്തുന്ന വളർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും. നമുക്ക് കാണുവാനായിട്ട് പറ്റുമല്ലോ. ഒരു വ്യക്തി പറഞ്ഞതാ, വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വലിയ ആഗ്രഹമായിരുന്നു. ഒത്തിരി ടെസ്റ്റുകളൊന്നും എഴുതി കിട്ടിയില്ല. അവസാനം കഷ്ടമുട്ടി ഒരു ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്ത് കൈക്കൂലി കൊടുത്തിട്ട് ആ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. പക്ഷെ പിന്നാലെ വന്ന ചില വ്യക്തികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്കെതിരെ കേസ് കൊടുക്കുകയും ഇന്ന് ജോലിയില്ല, ഏജുമായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് ചേരുകയാണ്. ഇത് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ മറ്റുള്ളവരൊപ്പം എത്താനുള്ള എൻ്റെ ആഗ്രഹം, എൻ്റെ കഴിവിൽ ഞാൻ ആശ്രയിച്ചിട്ടില്ല, എൻ്റെ പണത്തിൽ ഞാൻ ആശ്രയിച്ചിട്ട് മറ്റുള്ളവരെക്കാൾ മുമ്പിലെത്താൻ ശ്രമിച്ചുകൊണ്ട് എൻ്റെ സ്വയമായി ഞാൻ തീരുമാനമെടുത്തപ്പോൾ ഇവിടെ ഞാൻ താന്നു പോവുകയാണ്. അതേസമയം നീ പ്രാർത്ഥിച്ചിട്ട് നന്നായി പഠിച്ച് ഒന്ന് പരീക്ഷ എഴുതി കഴിയുമ്പോൾ നിൻ്റെ ജാമ്യക്കാരനായ തമ്പുരാൻ, നിനക്ക് വേണ്ടി വാദിക്കുന്ന തമ്പുരാൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും മറ്റ് വ്യക്തികളെക്കാൾ അധികം നീ ആഗ്രഹിക്കുന്ന പൊസിഷനേക്കാൾ അപ്പുറത്ത് ഈശോ നിന്നെ കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യും. എവിടെയാണ് അസൂയുള്ളത് അവിടെ വിഷം പോലെ അതിങ്ങനെ ഘനീഭവിച്ച് കിടക്കും. ജീവിതത്തിലേക്ക്, രക്തത്തിലേക്ക് അത് അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കും. അങ്ങനെ അലിഞ്ഞു തീരും തോറും നിൻ്റെ ജീവിതത്തിൽ കളകൾ കടന്നു വരും. നീ നശിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വിശുദ്ധിയുടെ ഫലം പുറപ്പെടുവിക്കാൻ നിനക്ക് സാധിക്കാതെ പോകുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം സാമൂലിൻ്റെ 1-ാമത്തെ പുസ്തകം 18-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം ഇങ്ങനെ കാണുന്നുണ്ട്. ദാവീദ് രാജാവിനെയും സാവൂളിനെയും കുറിച്ച് നമ്മളിവിടെ കാണുക. സാവൂള് ഇസ്രായേൽക്കാരുടെ രാജാവായി നിൽക്കുകയാണ്. ഈ സമയത്ത് സാവൂൾ രാജാവിനെ സഹായിക്കാനായിട്ട് കടന്നു വരുന്ന ദാവീദ് ഗോലിയാത്തിനെ തൻ്റെ കവണയിലെ കല്ലുകൊണ്ട് എഴുതി വീഴ്ത്തിയിട്ട് യുദ്ധം വിജയിച്ച് കടന്നു വരുമ്പോൾ 1 സാമുവേൽ 18:7 ഈ ദാവീദ് രാജാവിൻ്റെ വലിയ വിജയം കണ്ടിട്ട് അവരവിടെ മതിമറന്ന് പാടുകയാണ്. അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി, സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നുവെന്ന്. ഈ ഒരു വലിയ വചനം, ഈ ഒരു വലിയ ഗാനം, ഈ പാട്ട് സാവൂളിൻ്റെ ചെവിയിലേക്ക് ചെന്നുപെട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ അസൂയയുടെ വലിയ ഒരു വിത്ത് പാകപ്പെടുകയാണ്. നന്മ കാണാൻ പറ്റുന്നില്ല, ദാവീദിനെ നശിപ്പിക്കണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഓരോ പടിയും മുന്നോട്ട് പോകുന്നു. ദാവീദിൻ്റെ നന്മയ്ക്ക് പകരം രാജ്യത്തിൻ്റെ രക്ഷയേക്കാൾ ഉപരി സ്വന്തം നേട്ടവും ബഹുമാനവും ആദരവും പ്രതീക്ഷിച്ചു തുടങ്ങിയ സമയത്ത് ജീവിതത്തിൽ പരാജയം കടന്നു വരുന്നു. രാജസ്ഥാനം തന്നെ അവൻ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ അസൂയ എന്ന് പറയുന്ന അവസ്ഥ കടന്നു വരുന്നുണ്ട് എങ്കിൽ എൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ തിരിച്ചറിയണം. മറ്റുള്ളവരെ ഒപ്പമിരുത്താൻ ഞാൻ ശ്രമിക്കണം. അവരെക്കാൾ ഒരു പടി ഞാൻ താന്നിരുന്നിട്ട് എൻ്റെ കൂട്ടുകാരെ കുറച്ചുകൂടി മുകളിലേക്ക് ഇരുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന വഴികൾ വ്യത്യസ്തങ്ങളാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എനിക്കില്ലാത്ത എന്തെങ്കിലും അവരിലുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അസൂയ അതിന് സമ്മതിക്കുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതം തകർന്നു തുടങ്ങിയിരിക്കുകയാണ്. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു നോവ് അനുഭവിക്കുകയാണ്, ഒരു പീഡ അനുഭവിക്കുകയാണ്. ആവശ്യമില്ലാതെ സഹിക്കുന്ന, പീഡ അനുഭവിക്കുന്ന ഒരു ഹൃദയം, മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ടോ എന്ന് ചിന്തിക്കണം. ചിലപ്പോഴെങ്കിലും ചില കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും, നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ്, അവളേക്കാൾ കൂടുതൽ മാർക്ക് മറ്റൊരാൾക്ക് കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് ദിവസം ക്ലാസ്സിൽ ഗ്ലൂമിയായി മാറുകയാണ്.
എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുക. വിളിച്ചിരുത്തി അടുത്തിരുത്തി കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോഴാണ് പറയുന്നത്, എന്നേക്കാൾ മുമ്പിൽ അവൾ കയറിപ്പോയെന്ന്. മനസ്സിൻ്റെ ഉള്ളിൽ വേദന തുടങ്ങിയിരിക്കുകയാണ്. മറ്റുള്ളവരെ ഉയർന്നു പോകുന്നത് സന്തോഷിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ, മറ്റുള്ളവരെ ഒപ്പമിരുത്താൻ പറ്റാത്ത അവസ്ഥ, അവരെക്കാൾ മുകളിൽ കയറാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ പഠനം ഞാൻ തന്നെ കളയുകയാണെന്ന് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമുക്ക് അസൂയയുടെ വലിയൊരവസ്ഥയാണ് നമ്മുടെ മനസ്സിലുള്ളത്. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ, ഈ ഒരു വലിയ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഈശോ ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 2:10 വചനം പറയുന്നുണ്ടല്ലോ, കർത്താവിൽ ആശ്രയിച്ചിട്ട് ഭഗ്നാശനായവൻ ആരുണ്ട് എന്ന്. നിന്നെ തമ്പുരാൻ നട്ട നിലത്ത് നീ വളരാൻ ശ്രമിക്കുക. കളകൾ ചുറ്റും നിൽക്കുമ്പോഴും സൂര്യൻ്റെ പ്രകാശം നിന്നിലേക്ക് ഡയറക്റ്റായിട്ട് പതിക്കുന്ന സ്ഥലത്താണ് നിന്നെ തമ്പുരാൻ നട്ടിരിക്കുന്നത് തിരിച്ചറിഞ്ഞിട്ട് ആ സൂര്യനിലേക്ക് മാത്രം നോക്കി നീ യാത്ര തുടരുമ്പോൾ ഒരു കളകൾക്കും നിന്നെ അടിച്ചമർത്താൻ പറ്റില്ല. ദിവ്യകാരുണ്യനാഥൻ നിന്നെ അനുഗ്രഹിക്കും. തമ്പുരാൻ നിന്നെ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യും. ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ പഴയ നിയമത്തിലെ ജോസഫ്, പൂർവ്വപിതാവായ ജോസഫിനെ മാറ്റി നിർത്തി. അവനൊരു സ്വപ്നം കണ്ടു. ഒന്നിച്ചിരുന്ന ധാന്യം കറ്റ കൊയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു, മറ്റ് കറ്റകളെല്ലാം ഇവൻ്റെ കറ്റയെ താണു വണങ്ങിയെന്ന്. ഇത് സഹോദരങ്ങളോട് പങ്കുവച്ച നിമിഷം തുടങ്ങി അവരുടെ മനസ്സിൽ അസൂയയുടെ വിത്ത്. എങ്ങനെയെങ്കിലും ജോസഫിനെ നശിപ്പിക്കാൻ വേണ്ടി അവനെ എടുത്തെറിയുമ്പോഴും സഹോദരങ്ങളോടൊരു വെറുപ്പും തോന്നാതെ അവൻ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മാത്രം ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവൻ്റെ ജീവിതത്തെ ദൈവം ഫലമണിയിച്ചു. ഈജിപ്തിലെ ഫറവോയുടെ ഏറ്റവും അടുത്ത വ്യക്തിയായി, ഈജിപ്തിലെ ജനങ്ങളെ സേവിക്കുന്ന വ്യക്തിയായി ദൈവം ഉന്നത അധികാരത്തിലേക്ക് അവനെ കൊണ്ടുപോയി വയ്ക്കുകയാണ്. പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും എവിടെയൊക്കെ പൊട്ടക്കിണറ്റിലും സിംഹക്കുഴിയിലുമൊക്കെ നീ ചെന്ന് വീഴേണ്ടി വരുമ്പോഴും നീ തമ്പുരാനെ നോക്കിയാൽ ഈ പ്രതികൂലങ്ങളുടെ മേൽ തമ്പുരാൻ ഒരു കൈവയ്ക്കും. ആ പ്രതികൂലങ്ങളെ അടിച്ചമർത്തിയിട്ട് തമ്പുരാൻ നിന്നെ മുന്നോട്ട് കയറ്റിക്കൊണ്ടുപോകും. മറ്റുള്ളവരെ അതിശയിപ്പിക്കും വിധത്തിൽ തമ്പുരാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വചനം പറയുകയാണ്. ഈശോയെക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ. ഈശോ രക്ഷകനായി ഈ ഭൂമിയിലേക്ക് പിറന്നുവെന്ന് അറിഞ്ഞപ്പോൾ ജ്ഞാനികൾ യേശുവിനെ അന്വേഷിച്ച് ഹെരോദോസിൻ്റെ കൊട്ടാരത്തിലെത്തുമ്പോൾ ബെത്ലഹേമിൽ ശിശു ജനിച്ചിരിക്കുന്നുവെന്ന് അവരിൽ നിന്ന് തിരിച്ചറിയുമ്പോൾ ഹെരോദോസ് അസൂയ കൊണ്ട് തൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ട് അവിടെയുള്ള എല്ലാ ശിശുക്കളെയും കൊല്ലുവാൻ ഉത്തരവിടുകയാണ്. യേശുവും അനുഭവിക്കുകയാ ഈ അസൂയയുടെ ഒരു ഭാഗം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം കാണുന്നുണ്ട് മർക്കോസിന് സുവിശേഷം 15-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം. ഈശോ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുകയാണ്. ഈശോയുടെ ജീവിതത്തിൽ ഒരു തെറ്റും അവിടുന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. എന്നിട്ടും പുരോഹിത പ്രമുഖന്മാർ അവിടുത്തെ ചമ്മട്ടുകൊണ്ടടിക്കാൻ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ സമയത്ത് വചനം എഴുതി വച്ചിരിക്കുകയാണ്, അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവനറിയാമായിരുന്നു. പീലാത്തോസ് തിരിച്ചറിയുകയാ, അസൂയ കൊണ്ട് മാത്രമാണ് പുരോഹിത പ്രമുഖന്മാർ ഈശോയെ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന്. ഈ വലിയ അനുഭവം, ഈ അസൂയയുടെ ദുരന്തഫലങ്ങൾ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് ഈശോയും. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഇതൊക്കെ ഉണ്ടാവും. പ്രതികൂലങ്ങൾ, സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ തീരുമാനിക്കണം, കളകളാകുന്ന അസൂയ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് കളകൾ ചുറ്റുമുള്ളവരുടെ മനസ്സിലും അസൂയ ഉണ്ട് എങ്കിലും അതിനെ ഞാൻ പരിഗണിക്കാതെ മൈൻഡ് ചെയ്യാതെ എൻ്റെ ഈശോവിനെ മാത്രം നോക്കിക്കൊണ്ട് എൻ്റെ ഈശോ കാണിച്ചു തന്ന അതേ വഴികളിലൂടെ ഫലം പുറപ്പെടുവിക്കാനുള്ള ഒരു വലിയ ആനന്ദത്തോടെ ആവേശത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക. അപ്പോൾ എനിക്ക് സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം, ദൈവിക സാന്നിധ്യത്തിൻ്റെ അനുഭവം എനിക്ക് കിട്ടുമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. കളകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി കതിരണിയുന്ന ഗോതമ്പ് ചെടിയായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി തമ്പുരാനോട് നമുക്ക് യാചിക്കാം. ആ വലിയ കൃപ തമ്പുരാൻ നമുക്ക് തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച്, നല്ല തമ്പുരാനെ, പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ പിടിച്ചു നിന്നുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടം, ചുറ്റുപാടുകൾ, എൻ്റെ സമൂഹമൊക്കെ ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമൊക്കെ എൻ്റെ വിശുദ്ധ ജീവിതത്തിനെതിരായി വച്ചു നീട്ടുമ്പോഴും വിശ്വാസത്തിന് എതിരായി വച്ചു നീട്ടുമ്പോഴും നിന്നെ പ്രഘോഷിക്കാൻ പറ്റാത്ത തടസ്സം നിൽക്കുമ്പോഴുമൊക്കെ അങ്ങയുടെ മുമ്പിലേക്ക് മുഖത്തേക്ക് നോക്കി കുരിശിൽ കതിരണിഞ്ഞ അങ്ങയെ നോക്കി ജീവിതം ഫലം പുറപ്പെടുവിക്കാനുള്ള കൃപ തന്ന് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക് എന്നെ ഒരിക്കൽ കൂടി ചേർത്ത് വയ്ക്കുന്നു.
അങ്ങയുടെ സ്നേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ ആരാധിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.